രണ്ടാമത്തെ റൗണ്ടിലെ രണ്ടാമത്തെ ടാസ്കിലേക്കാണ് നമ്മൾ പോകുന്നത്. കപ്പിൽ കപ്പ്. അതാ പച്ചലല്ല, പച്ച കപ്പും ഉണ്ട് ആൻഡ് റെഡ് കപ്പും ഉണ്ട്. ഈ റെഡ് കപ്പാണ് ഇപ്പൊ താഴെ ഇരിക്കുന്നത്. നിങ്ങളിതാ ഈ പച്ച കപ്പിനെ ഇങ്ങനെ മാറ്റി മാറ്റി ഒന്നൊന്നായി കൊണ്ടുവന്ന് ഫൈനലി ഈ റെഡിനെ ടോപ്പിൽ കൊണ്ടുവരണം. ഇങ്ങനെ മനസ്സിലായല്ലോ? യെസ്. സോ ഇതാണ് ടാസ്ക്. ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ് നൽകുന്ന റെഡ് റിബൺ കിട്ടിയ കയ്യിൽ ഒതുങ്ങാവുന്ന അത്ര ഗിഫ്റ്റ് എടുത്ത് നിലവറ അടയ്ക്കുന്നതിന് മുമ്പ് വെളിയിലേക്ക് കടക്കാം. സോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് പുറത്തിറങ്ങാനുള്ള സമയം ഇസ് 45 seconds. റെഡി? ആരാ പോകുന്നത് ഗെയിമിന്? ഞാൻ പോവാം. ഓടൂ, വാരൂ, നേടൂ, ഗോ. പിടിച്ചോ. വിത്തോട്ടൻ അവിടുന്ന് കാര്യമായി അനുഗ്രഹിച്ച് വിട്ടതാണ്. അപ്പൊ വേഗം ചെയ്തോളൂ ചേച്ചി, പെട്ടെന്ന് ചെയ്തോളൂ. 45 സെക്കൻഡ് ആണുള്ളത്. ഭയങ്കര encouragement. Yes, yes, yes. Few more cups to go. എടുത്തോ, സമയമുണ്ട്. സൂപ്പർ. മിനി നന്നായിട്ട് കുക്ക് ചെയ്യോ? പിന്നെ ഞാൻ അവിടെ അല്ല ചോദിച്ചത്, ഞാൻ മീത്തിനോട്. മിനി കുക്ക് ചെയ്യുന്ന സാധനമാണ് ഞാൻ ആദ്യത്തെ ടാസ്കിൽ എടുത്തുകൊണ്ടുവന്നത്. അത് കഴിച്ച് ജീവിതം തീർന്ന് പരിപ്പും ചോറും കഴിച്ച് ഒരു കാസറോൾ ഉണ്ട് എന്തായാലും അടച്ചു വെക്കാനായിട്ട്. ഇത് മിനി വളരെ ബുദ്ധിപൂർവ്വം എടുത്തോണ്ട് വന്ന ഒരു സോഡാ മേക്കർ. വീട്ടിൽ നാരങ്ങ സോഡ അടിക്കുന്നുണ്ടെന്ന് അച്ചാറും കിട്ടി, സോഡാ മേക്കർ കിട്ടിയ സ്ഥിതിക്ക് വിളിക്കണേ ഇടയ്ക്ക് എപ്പോഴെങ്കിലും വീട്ടിലേക്ക്. അപ്പോ അതിന്റെ കൂടെ ഒരു നോൺ സ്റ്റിക് ഫ്രൈ പാൻ. പിട്ടാപ്പള്ളി നൽകുന്ന 3 സമ്മാനമാണ് സ്വന്തമായിരിക്കുന്നത്. വെരി വെൽ പ്ലേഡ് ഇട്ടാ, ഗംഭീരമായിട്ട് കളിച്ച് ആ കപ്പൊക്കെ ഈസി ആയിട്ടാണ് വെച്ചത്. വേറെ ഒരു കുഴപ്പമില്ല, പറഞ്ഞു വിട്ടത് കറക്റ്റ് തീരുമാനമായിരുന്നു. ആവശ്യമുള്ള എല്ലാം എടുത്തിട്ടുണ്ട്. അതെ, പക്ഷെ നിങ്ങൾ കാണിച്ചത് ഭയങ്കര ബോറായി. നിങ്ങൾ രണ്ടുപേരും ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞതുകൊണ്ട് ആ പാവ ഓഡിയൻസിനൊന്നും കിട്ടിയില്ലല്ലോ. അല്ല, അതില് എനിക്കൊന്ന് അമ്മ പ്രാർത്ഥിച്ചിട്ടുണ്ട് നമ്മൾക്ക് വേണ്ടിട്ട്. അമ്മയും അവിടെ മക്കൾക്ക് കിട്ടുകൊണ്ട് ഈ മക്കൾക്കും എന്തെങ്കിലും കിട്ടട്ടെ. ആണോ അമ്മേ? ഇല്ല. പക്ഷെ നിങ്ങൾക്ക് ഒരു അവസരം തരാതെ പോയാൽ അത് മോശമല്ലേ? MGM കോളല്ലേ സാർ? റൈസ് സാർ പ്രത്യേകിച്ച് നമ്മുടെ അടുത്ത് ഇത് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഇദ്ദേഹത്തിന് വേണ്ടിയിട്ടൊക്കെ കാര്യങ്ങൾ പറഞ്ഞ ആളുമാണ്. ഒരവസരം ഇവർക്ക് നമുക്ക് കൊടുക്കാം. വേറെ ഒന്നും വേണ്ട, ഉത്തരം പറഞ്ഞാൽ മാത്രം മതി. ഉത്തരം അറിയാമെങ്കിൽ കൈപൊക്കി പറയുക. ഗെയിം ഒന്നും കളിക്കണ്ട. 10 seconds ഓഫ് ടൈം. ഇന്റെ നിലവറ റെഡ് റിബണിലുള്ള ഇഷ്ടമുള്ളത്രയും സാധനം എടുക്കാം. ഇതൊരു വ്യക്തിയെ കുറിച്ചുള്ള ക്ലൂ ആണ്. ഈ വ്യക്തിയുടെ വീടിന്റെ പേര്, അദ്ദേഹം സ്വന്തമായി വച്ച വീടിന്റെ പേര് ലാഫിംഗ് വില്ല എന്നാണ്. മലയാളത്തിലെ പ്രശസ്തനായിട്ടുള്ള ഒരു നടനാണ്. ഉത്തരം അറിയാമെങ്കിൽ കൈപൊക്കാം. ടീച്ചറാണ് ഇതാ ഉത്തരം പറയാൻ നിൽക്കുന്നത്. നിങ്ങൾ കുട്ടികൾക്ക് ആർക്കും അറിയില്ലേ? സലീം കുമാർ. Absolutely right. നടന്നിന്റെ പേര് ആശ. എന്താ പഠിപ്പിക്കുകയാണോ അവിടെ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് HOD ആണ്. എന്റെ അമ്മേ, എങ്ങനെയുണ്ട് മാഡം AI ഇപ്പൊ അവിടെ പഠിപ്പിക്കുമ്പോ, പ്രത്യേകിച്ച് MGM കോളേജിൽ പഠിപ്പിക്കുമ്പോ എങ്ങനെയാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഫ്യൂച്ചറിലേക്കുള്ള അഡ്വാൻസ്മെന്റ് എല്ലാം കറക്റ്റായിട്ട് പിള്ളേരിലോട്ട് എത്തിക്കാൻ പറ്റുന്നുണ്ടോ? തീർച്ചയായിട്ടും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇന്നത്തെ ജനറേഷൻ പല ടെക്നോളജീസും യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡ്രോബാക്സും എനിക്ക് തോന്നുന്നു പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ AI യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു ഇവിടെ തന്നെ നിങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയങ്ങളിലും പല AI ടൂൾസുകൾ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് നല്ല നോളേജ് ഉണ്ടാകുന്നത് ഇൻ ഫ്യൂച്ചർ കുട്ടികൾക്ക് നല്ലൊരു ഭാവിയിൽ വളരെ ഒരു എന്താ പറയാ, ഒരുപാട് ജോലി സാധ്യതകൾ നിങ്ങൾക്ക് മുന്നിലേക്ക് തരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ശരി മാഡം, 10 seconds ഓഫ് ടൈം. ഇഷ്ടമുള്ളത്രയും സാധനം എടുക്കാം. ഓക്കെ, റെഡ് റിബൺ കെട്ടിയിട്ടുള്ള സാധനം. ഓടൂ, വാരൂ, നേടൂ, ഗോ ഗോ മാഡം ഗോ. ഒന്ന്, രണ്ട്, സൂപ്പർ. നിങ്ങൾ ഹോസ്റ്റലാണോ അതോ ഡേസ് കോളേജ് ആണോ? ഹോസ്റ്റലുള്ള ആൾക്കാരാണ്. ഇൻഡക്ഷൻ കുക്കർ ഉണ്ടോ അവിടെ? ഇനിയിപ്പോ ടീച്ചർ തരുമായിരിക്കും. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.